ഞാനൊരു റേക്കിയുടെ ടീച്ചറാണ് ആക്ച്വലി. ഞാൻ തുടങ്ങിയത് റേക്കിയുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. കാരണം റേക്കി ഞാൻ പഠിച്ചപ്പോൾ പഠിക്കാനുള്ള കാരണം കൊണ്ട് പറഞ്ഞുതരാം. എൻ്റെ വൈഫിനൊരു പുറം വേദന ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഒരു കൊല്ലമൊക്കെ ആയപ്പോൾ പുറം വേദന. അവിടെ പുള്ളിക്കാരി ഒന്ന് ഇങ്ങനെ കോണിമേ കൂടി ഇങ്ങനെ വീണതാണ്. അതിനുശേഷം ഈ പുറം വേദന പോകാതിരുന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ചികിത്സകളും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഞാൻ റേക്കി പഠിക്കുന്നത്. റേക്കി പഠിച്ചപ്പോൾ ഇതുപോലെ സെൽഫ് ഹീലിംഗ് 21 ഡേയ്സ് സെൽഫ് ഹീലിംഗ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചെയ്തപ്പോൾ പുള്ളിയുടെ പുറം വേദന മാറിപ്പോയി. പിന്നെ വന്നിട്ടേ ഇല്ല, ഇതുവരെ വന്നിട്ടില്ല, എത്രയോ വർഷം മുന്നേ. അപ്പോൾ എനിക്ക് അത് അത്ഭുതമായി, ഇതെങ്ങനെ മാറി. അന്നൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനെയൊക്കെ പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ആൾ തന്നെയായിരുന്നു. എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമാണ്. ഞാൻ കുറച്ചും കൂടിയൊക്കെ അഗ്രസീവായിരുന്നു, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന സമയത്ത്. അങ്ങനെ ഇത് കൊള്ളാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിത് പരീക്ഷ നടത്തി. അതിലിങ്ങനെ ആൾക്കാരെ കണ്ണി കണ്ട ആൾക്കാരുടെ മേത്തൊക്കെ കൈവച്ച് ഇങ്ങനെ നോക്കും, നിങ്ങളുടെ വേദന മാറേണ്ടതൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് തന്നെ തോന്നിക്കൊള്ളാം. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മാസ്റ്റർ ഡിഗ്രി എടുത്തു. പിന്നെ എനിക്ക് എത്രയും വേഗം അതിൻ്റെ ഹയർ ലെവലിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ മാസ്റ്റർ ഡിഗ്രി എടുത്തു. ഈ മാസ്റ്റർ ഡിഗ്രി എടുത്ത് ആൾക്കാരെയൊക്കെ പഠിപ്പിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ ഹീലിംഗ് കണ്ടാണ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഹീലിംഗ്, നടുവേദന, മൈഗ്രെയിന്, അല്ലെങ്കിൽ ഡിപ്രഷൻ, അങ്ങനെ ഒരുപാട് ഹീലിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഞാൻ ഫ്രീ ആണ്. അത് പൈസ ഒന്നും വാങ്ങണ പരിപാടിയൊന്നുമില്ല. ആൾക്കാർ എന്തെങ്കിലും തന്നാൽ മേടിക്കും, അത്രയേ ഉള്ളൂ. ആ സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഗ്യാസ്ട്രിക് ഇഷ്യൂ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെ വരും, കാശ് മേടിക്കാണ്ട് ചെയ്താൽ ബുദ്ധിമുട്ട് പോകില്ല എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേഗോ ഇതൊക്കെ ആളെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ കാശൊക്കെ മേടിക്കുകയാണ്. എന്തിനും കാശ് മേടിക്കണത്? ആത്മീയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക സേവനമല്ലേ എന്നൊക്കെ ഇരുന്ന് തന്നെ അന്നത്തെ എൻ്റെ ഒരു ചിന്താഗതി. അങ്ങനെയാണ് ഞാൻ കേട്ടേക്കണത്. അപ്പോൾ എനിക്ക് ബിസിനസ് ഉണ്ട്, ഒരു സൈഡിൽ കൂടി ഞാനിങ്ങനെ ആൾക്കാരെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായ ഗ്യാസ്ട്രിക് ഇഷ്യൂ, എപ്പോൾ നോക്കിയാലും നടുവേദന, ഗ്യാസ്ട്രിക് ഇഷ്യൂ ഒക്കെ ഇരുന്ന സമയത്ത്, ആ ചെറുപ്പകാലത്ത്, ചെറിയ പ്രായത്തിൽ, അത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനത് റിയലൈസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായെന്നുള്ളത്. അപ്പോൾ ആ സമയത്തുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലേഡി എൻ്റെ അടുത്ത് ഹീൽ ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. ഇതുപോലെ അവർക്കൊരു 40 വയസ്സൊക്കെ പ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് എനിക്കെന്നൊക്കെ ഞാൻ ചെറിയ പ്രായമാണ്. ഹീലിംഗ് കൊടുത്ത് ഞാനൊരു 4-5 ദിവസം ഹീൽ ചെയ്ത്. സാധാരണ എൻ്റെ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 വീക്ക്, 3 ഡേയ്സാണ് സാധാരണ ചെയ്യുള്ളൂ. അപ്പോൾ അസുഖം മാറും. മാക്സിമം ഈ 21 ഡേയ്സിൻ്റെ അടുത്തൊന്നും പോകേണ്ട, വളരെ അപൂർവ കേസ് മാത്രമേ ഞാൻ ആപ്പാട് ഒരു 4-5 കേസ് മാത്രമേ 21 ഡേയ്സ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ 3 ഡേയ്സ് 7 ഡേയ്സ് എൻ്റെ ഹീലിംഗ് മാറും, ഏത് അസുഖം മാറും. അപ്പോൾ അങ്ങനെ ഇവർ വന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ അപ്പം മാറും. പിറ്റേ ദിവസം ആകുമ്പോൾ വീണ്ടും വരും. അപ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും പ്രശ്നം. അപ്പോൾ അങ്ങനെ കാലത്ത് തന്നെ വിളിക്കും, സാറേ അത് ഇന്നലെ ചെയ്തപ്പോൾ മാറിയതാണ് സാറേ, ഇന്ന് അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അന്ന് എനിക്ക് ഈ നെഗറ്റീവ് എനർജിയെ പറ്റിയൊന്നും യാതൊരു ധാരണയില്ല. എനിക്ക് അറിഞ്ഞൂടാ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോസിറ്റീവിനായിട്ട് മാത്രം ചിന്തിക്കുന്ന ആളാണ്. നമ്മൾ ട്രെക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അതേപറ്റി മാത്രമേ സംസാരിക്കൂ, അത് മാത്രമേ പറയൂ. നെഗറ്റീവ് എന്നുള്ള വാക്കേ ഉച്ചരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് ഞാൻ എൻ്റെ ടീച്ചറോട് ചോദിച്ചു, സാറേ ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാൻ ചെയ്യും മാറും, പിറ്റേ ദിവസം പിന്നെയും വരും, എന്തുകൊണ്ടാണ്? അത് സുധീഷേ ചില ആൾക്കാരുടെയൊക്കെ അവൻ്റെ തലയിൽ വരെ ആയിക്കോളൂ, അത് വിട്ടേക്ക്, അത് നമ്മൾ ചെയ്യണ്ട, അത് നമ്മളത്തെ കേസ് നമ്മൾ എടുക്കുന്നതിന് അല്ലാണ്ട് മാറണ മാറ്റിയാൽ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പക്ഷെ അത് ആ ഒരു പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഗുരുവാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ഒരു സുഖമായിട്ട് തോന്നിയില്ല. അല്ലല്ല, നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്കതൊരു ഇതുള്ളൂ എന്നുള്ള, നമ്മൾ റേക്കിക്ക് തന്നെ ഒരു വാല്യൂ ഞാൻ ഓവറായിട്ട് കൊടുക്കുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ റേക്കുന്നത് വെച്ചാൽ എനിക്ക് അത് ഓവർ വാല്യൂ, എനിക്ക് സെൽഫ് ഹീലിംഗ് ഞാൻ രാത്രി എടുക്കുന്ന ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോഴും ആളെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ റേക്കിയുടെ ഹീലിംഗ് ഞാൻ ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഞാൻ രാത്രി ഇങ്ങനെയൊക്കെ ഇടുന്ന ആലോചിക്കണം എന്ത് ചെയ്യും. എനിക്കൊരു നാണക്കേടും കൂടിയായി. കാരണം ഇയാൾക്ക് ഇത് ഹീലിംഗ് ചെയ്തിട്ട് മാറിയിട്ടില്ല, മാറുന്നുണ്ട്, പിന്നെ പിറ്റേന്ന് പിന്നെ വരുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് എന്നോട് പറയാൻ മടി, അയ്യോ സാറേ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഭർത്താവിനെ കൊണ്ട് വിളിപ്പിക്കലായി, ഇത് മാറിയില്ലെന്ന് പറയാൻ. ആ ഭർത്താവിനെ വിളിച്ചിട്ട് അതേ ഭാര്യയ്ക്ക് പറയാനായിട്ടൊരു നാണക്കേട്, സാറിനോട് പറയാം. ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം, പറഞ്ഞൂടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കൺഫ്യൂഷനിലായി, എന്ത് ചെയ്യും. അങ്ങനെ രാത്രിയാകുമ്പോൾ ഞാൻ ഇന്ന് മെഡിറ്റേഷൻ ചെയ്യും, ഇതെങ്ങനെ ഇത് മാറ്റാൻ പറ്റുന്നുള്ളത്. ആ സമയത്ത് എനിക്കിങ്ങനെ ഒരു വിഷയം പോലെ സംഭവം വരികയാണ്, ഇന്ന പോലെ സംഗതി ചെയ്താൽ മതി, അത് ശരിയാവും. അപ്പോൾ ഞാനപ്പോൾ ഈ വിളക്ക് കത്തിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മീൻസ് ഇത് ചെയ്യുന്ന സമയത്ത് അവിടെ ലാമ്പൊന്നും കത്തിക്കൊന്നുമില്ല. അപ്പോൾ എന്നോട് അവിടെ ലാമ്പ് കത്തിച്ചിട്ട് വേറെ ചില 1-2 കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവിടെ വിഷനിൽ എനിക്ക് കിട്ടി. അപ്പോൾ ഈ സ്ത്രീ വന്നിരുന്നിട്ട് ഹീലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഇൻഡ്യൂഷനിൽ വന്ന കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്ത് ചെയ്യപ്പെടില്ല. പെട്ടെന്നൊരു ചില്ല് പൊട്ട ശബ്ദം കേൾക്കണം.
അപ്പോൾ അവിടെ ഇരുന്നിരുന്ന ഒരു ചില്ല് അവിടെ ഉണ്ടായിരുന്നു. ആ മുറിക്കകത്ത് ഒരു ചില്ല് ഇങ്ങനെ അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ എന്തോ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ച ഗ്ലാസ് എന്തോ ഉണ്ടായിരുന്നു ആ മുറിക്കകത്ത്, ഹീലിംഗ് ചെയ്യണ മുറിയിൽ. ആ ഗ്ലാസ് പൊട്ടി തകർന്ന് തരിപ്പണമായിപ്പോയി. ഞാൻ പേടിച്ചു പോയി. വാസം പറഞ്ഞു. അപ്പോൾ അതൊരു ഭയം വന്നെനിക്ക്. അന്നറിയില്ല നമുക്ക് ഭയക്കാൻ പാടില്ലെന്നൊന്നും, അന്നറിയാൻ പാടില്ലായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഞാൻ ഈ ചില്ല് എങ്ങനെ അത് പൊട്ടി ഇങ്ങനെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് പൊട്ടി തകർന്നു. അപ്പോൾ ഈ പെണ്ണും പേടിച്ചു പോയി. അപ്പോൾ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെന്തോ മാജിക്കാണല്ലോ, എന്തോ മിറക്കിൾ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഹീലിംഗ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിന് ഒരു കുഴപ്പമില്ല. ഈ പെണ്ണിന് ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോൾ. അതിന് പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ച് എന്തായി ഇന്ന് ഹീലിംഗ് സാറേ? ഇപ്പോൾ സാറേ ഒരു കുഴപ്പമില്ല സാറേ, എൻ്റെ അസുഖമൊക്കെ മാറി, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. വൈകുന്നേരം വിളക്കത്തിച്ച് പ്രാർത്ഥിക്കാൻ നാമം ജപിക്കും. ഇവിടെയൊക്കെ പഴയ കാലത്ത് അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും നാമജപം വിളക്കത്തിച്ച് ചെയ്യണം. ഇപ്പോൾ കാര്യം ചെയ്യില്ല. നാമം ജപിക്കാനിരിക്കുമ്പോൾ ഭയങ്കര കോട്ടുവായം വരും, ക്ഷീണവും തളർച്ചയൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു കഥയാണ് ഞാനീ പറയണത് കേട്ടോ. അന്നൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാനപ്പോൾ ഇത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ആ പെണ്ണിൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ആവശ്യമില്ലാത്ത എനർജി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ശരീരത്തിൽ. അത് എൻ്റെ എന്തോ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോൾ അതങ്ങോട്ട് പോയി. അറിയാതെ സംഭവിച്ചാണ്. ഞാൻ മനഃപൂർവ്വം അതിനെ ഓടിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഇൻബോൺ കഴിവ് എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു, മാഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു മാഷേ എന്ന് പറഞ്ഞപ്പോൾ മാഷിന് ഭയങ്കര അത്ഭുതം. ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? അത് ഭയങ്കര അത്ഭുതമാണല്ലോ, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ക്ലാസ്സുകളിലൊക്കെ ഇതിനെപ്പറ്റി പറയുമായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ സംഭവമാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു റേക്കിയിൽ ഞാനൊരു ബാധയോ പ്രേതോ എന്തിനാന്ന് എനിക്കത് എപ്പോഴും അറിഞ്ഞൂടാ, അതിനെ ഓടിച്ചു വിട്ടത്. അതിന് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇന്നിപ്പോൾ ചെയ്യണ പോലത്തെ പരിപാടിയൊന്നുമില്ല. അന്ന് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടി അങ്ങനെ മാറിപ്പോയി. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അവിടെ അതായത് ഞാൻ ചെയ്തിരുന്ന ആ മുറിയിലോട്ട് ചെല്ലുമ്പോൾ ഇടയ്ക്ക് ഇത് ആലോചിക്കും. ഇവിടെ അല്ല, വേറൊരു റൂമിലാണ് ഞാനത്, പുറത്തൊരു റൂമിലാണ് ഈ ഹീലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി റൂമുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അത് നമ്മളത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ റെൻറ്റിന് കൊടുത്തേക്കും. അപ്പോൾ ആ ഒരു റൂമിലേക്ക് അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഈ ചിന്ത എൻ്റെ ഉള്ളിൽ വരും. അവിടെ കുറേ പേരെ ഹീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാതെ സംഭവിച്ചാണെങ്കിലും ആ പെണ്ണിൻ്റെ കാര്യം ഓക്കെ ആയിപ്പോയി. പിന്നെ എൻ്റെ അടുത്ത് വന്ന് റേക്കി പഠിച്ചു, ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ഒക്കെ പഠിച്ചു. പിന്നെ ഭയങ്കര വിശ്വാസമൊക്കെ ആയി ഈ ഒരു സംഗതി. അപ്പോൾ അവരുടെ തന്നെ വേറെ റിലേറ്റീവ് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നു ഇങ്ങനെ ഈ കഥ കേട്ടിട്ട്. ഇപ്പോഴും അവരൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ മഹാകാളി ഹീലിംഗ് ഈ അടുത്തവർക്ക് ചെയ്ത് കൊടുത്തു. അവർക്കൊരു സോൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ട് ആ കുട്ടിക്ക് ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അപ്പോൾ അതിലൊന്നാണ് റേക്കിയിലുണ്ടായ ഒരു അത്ഭുതകരമായ ഒരു അനുഭവം ഇതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.